ഏവർക്കും നമസ്കാരം. പുതുവർഷഫലങ്ങളെക്കുറിച്ചുള്ള ഈ പരമ്പരയിൽ ഇന്ന് നാം മൂലം, പൂരാടം, ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളുടെ പുതുവർഷഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. ധനുരാശിജാതരായ ഈ നക്ഷത്രജാതർക്ക് ഏപ്രിൽ 30 വരെയും ഏറെ അനുകൂലമായ ഫലങ്ങൾ സിദ്ധിക്കുന്നു. ഈ രാശിജാതരുടെ 5-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് ഏറെ ഗുണാനുഭവങ്ങൾ നൽകും. സൽകീർത്തി, ഐശ്വര്യം, ധനലാഭം, സന്താനലാഭം, സന്താന സൗഖ്യം എന്നിവയാണ് വ്യാഴം 5-ൽ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണങ്ങൾ. വിവാഹം, ഉദ്യോഗലബ്ധി തുടങ്ങിയ സൽഫലങ്ങളും ഇക്കാലത്ത് ഉണ്ടാകുന്നു. ശാരീരികമായും മാനസികമായും സുഖം, മനസ്സമാധാനം എന്നിവ ഉണ്ടാകും. ഈ 4 മാസത്തിൽ നാം എടുക്കുന്ന പ്രവർത്തികൾ, അത് എഴുത്തുപരീക്ഷയോ വിവാഹാലോചനയോ ബിസിനസ് സംരംഭമോ എന്തും ആയിക്കൊള്ളട്ടെ, അത് ഫലം കാണും. ഉദാഹരണമായി ഗൃഹലാഭം എന്ന് പറയുമ്പോൾ വീടില്ലാത്തവർക്ക് ഈ 4 മാസം കൊണ്ട് വീട് ലഭിക്കും എന്നല്ല അർത്ഥമാക്കേണ്ടത്. മറിച്ച് അതിന് ശുഭകരമായ ഒരു തുടക്കം, അഡ്വാൻസ് കൊടുക്കൽ, തറക്കല്ലിടൽ, അങ്ങനെ വീട് വാങ്ങുന്നതിലേക്കുള്ള തുടക്കം കുറിക്കും എന്ന് വേണം അർത്ഥമാക്കാൻ. എന്നാൽ മെയ് 1 മുതൽ ഈ രാശിജാതർ നല്ല കരുതൽ, ശ്രദ്ധ എന്നിവ പുലർത്തണം. മെയ് 1 മുതൽ വ്യാഴം ഈ രാശിജാതരുടെ 6-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. 6-ാം ഭാവം എന്നാൽ രോഗാരിഷ്ടതകൾ, കടം, അനിഷ്ടങ്ങൾ, ശത്രുക്കൾ, മനപ്രയാസങ്ങൾ എന്നിവയെ കുറിക്കുന്നു. ശത്രുക്കൾ എന്ന് വെച്ചാൽ വ്യക്തികൾ തന്നെയാവണം എന്നില്ല. നമ്മുടെ സന്തോഷത്തെ, മനസ്സമാധാനത്തെ കെടുത്തുന്ന എന്തും നമ്മുടെ ശത്രുക്കൾ ആകുന്നു. ഈ സമയത്ത് പ്രലോഭനങ്ങളിൽ അകപ്പെടാനും സാധ്യത ഉണ്ട്. സാമ്പത്തിക കാര്യങ്ങളിലും ഇടപാടുകളിലും ഏറെ ശ്രദ്ധ പുലർത്തുക. ബിസിനസ്, ഷെയർ മാർക്കറ്റിൽ ധനം നിക്ഷേപിക്കുമ്പോൾ 100 വട്ടം ചിന്തിക്കുക. കാരണം ഈ സമയത്ത് ഈശ്വരാധീനം നന്നേ കുറഞ്ഞിരിക്കും. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗരൂകർ ആകുക. വ്യാഴദോഷശാന്തിക്കായി മഹാവിഷ്ണു ഭജനം, ക്ഷേത്രദർശനം, നാമജപം, വ്യാഴാഴ്ചകൾ അല്ലെങ്കിൽ സ്വന്തം നാളിന് ഭാഗ്യസൂക്തം, ഐശ്വര്യസൂക്തം എന്നീ വഴിപാടുകൾ കഴിക്കുക. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം എന്നിവ ചൊല്ലുക. ശനി ഈ രാശിജാതരുടെ 3-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശനി 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് ഏറെ ഗുണഫലങ്ങൾ നൽകുന്നു. ആരോഗ്യപുഷ്ടി, ധനലാഭം, കാര്യസിദ്ധി, മനസ്സുഖം എന്നിവയാണ് 3-ൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഫലങ്ങൾ. അടുത്തതായി രാഹുവിന്റെ നില നോക്കാം. രാഹു ഇവരുടെ 4-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 4-ൽ നിൽക്കുന്ന രാഹു പ്രതികൂലമായ ഫലങ്ങൾ നൽകും. മാതൃക്ലേശം, വാഹനാപകടം, ഗൃഹത്തിൽ അസ്വാരസ്യങ്ങൾ, ബന്ധുവിരോധം, വാക്തർക്കം എന്നിവ ദോഷഫലങ്ങൾ ആകുന്നു. രാഹുദോഷശാന്തിക്കായി ഇവർ ദുർഗാദേവിയെ നന്നായി ഭജിക്കുക. ശത്രുദോഷത്തിനായി ദുർഗാദേവിക്ക് കടും പായസം വഴിപാടായി കഴിക്കുക. ഓം ദും ദുർഗായേ നമഃ എന്ന ദുർഗാദേവി മൂലമന്ത്രം നിത്യവും ചൊല്ലുക. ഉറക്കെ ചൊല്ലണം എന്നില്ല. എവിടെയാണെങ്കിലും നിരന്തരം മനസ്സിൽ ഈ മൂലമന്ത്രം ചൊല്ലുന്നത് ഒരു സുരക്ഷാകവചം നമ്മിൽ തീർക്കുന്നു. കൂടാതെ ശ്രീ ലളിതാ സഹസ്രനാമം ചൊല്ലുക. നാഗന്മാർക്ക് പൂജ, വഴിപാടുകൾ എന്നിവ ചെയ്യുക. ഇങ്ങനെ വഴിപാടുകൾ ചെയ്യുമ്പോൾ രാഹു നൽകുന്ന ദോഷങ്ങൾ തീർത്തും ലഘൂകരിച്ച് പോകുന്നതാണ്. കേതുവും ഇവർക്ക് ഒട്ടും അനുകൂലമല്ല. കേതു ഇവരുടെ 10-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 10-ാം ഭാവം കർമ്മഭാവം ആയതിനാൽ കർമ്മമേഖലയിൽ ഇവർക്ക് പല പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടാകാം. കാര്യതടസ്സം, കാര്യവിളംബം എന്നിവ ഉണ്ടാകാം. കേതുവിനെ പ്രീതിപ്പെടുത്തുവാൻ നാം അധിഷ്ഠാന ദേവതയായ മഹാഗണപതിയെ ഭജിക്കണം. സ്വന്തം നാളിൽ ഗണപതി ഹോമത്തിനായി ക്ഷേത്രത്തിൽ വഴിപാട് ചീട്ടാക്കുക. കൂടാതെ മഹാഗണപതിയുടെ മൂലമന്ത്രമായ ഓം ഗം ഗണപതയേ നമഃ എന്ന മന്ത്രം കഴിയുന്നത്ര ചൊല്ലുക. ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഔദ്യോഗിക ജീവിതത്തിൽ സഹപ്രവർത്തകരുമായും അധികാരികളുമായി ഇടപെടുമ്പോൾ ഒരു അകലം പാലിക്കുക. വാക്കുകൾ അളന്ന് മുറിച്ച് മാത്രം ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നാം മനസ്സിൽ പോലും കാണാത്ത അർത്ഥം ഇതിന് നൽകി ശത്രുക്കൾ വിവാദങ്ങൾക്കും കലഹങ്ങൾക്കും തിരി കൊളുത്തിയേക്കാം. അപ്പോൾ ഈ രാശിജാതർ മെയ് 1 മുതൽ നല്ല കരുതലും ശ്രദ്ധയും തങ്ങളുടെ ജീവിതത്തിൽ പുലർത്തുക. എന്നാൽ അതിൽ ഭയക്കാതെ പറഞ്ഞ വഴിപാടുകൾ കഴിച്ച് ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ ഈ പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാനാകും. മാത്രമല്ല, നവഗ്രഹങ്ങളിൽ പ്രധാനിയായ ശനി ഇവർക്ക് ഏറെ അനുകൂലനാണ് എന്നുള്ളത് വലിയ ഒരു ആശ്വാസം നൽകുന്നു. മൂലം, പൂരാടം, ഉത്രാടം കാൽ എന്നീ നക്ഷത്രജാതർക്ക് ഈ പുതുവർഷത്തിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.